നമസ്കാരം. അങ്ങനെ പാകിസ്ഥാന്റെ നെഞ്ചിൽ കഴിഞ്ഞ ദിവസം വലിയൊരു അണുബോംബ് വർഷിച്ചുകൊണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇത് ആവശ്യപ്പെട്ടു. പാക് അധീന കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്, അത് ഇന്ത്യക്ക് വിട്ടുകിട്ടണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമത്തെ ടേം കയറിയപ്പോഴേ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. കഴിഞ്ഞ രണ്ട് ടേം പോലെ ആയിരിക്കില്ല മക്കളെ എന്റെ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത്, അടിച്ചു കീറും എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചു കീറും, ബി റെഡി എന്നാണ് പറയുന്നത്. അപ്പോഴേ പല ആൾക്കാരും പറഞ്ഞു ഇത് പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കാനുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൂടെ ഉള്ളതായിരിക്കും ഈ മൂന്നാമത്തെ ടേം എന്ന് പല ആൾക്കാരും പറഞ്ഞു. സംഭവം അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UN-ൽ എസ് ജയശങ്കർ പാകിസ്ഥാനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പാക് അധീന കശ്മീർ ഇന്ത്യക്ക് വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിനുവേണ്ടി ഇന്ത്യ ഒരു പട്ടാളക്കാരന്റെ പോലും ചോര ചിന്താനായിട്ട് തയ്യാറല്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാനെ നയതന്ത്രപരമായിട്ട് പ്രഷറൈസ് ചെയ്ത് ഇന്ത്യ പാക് അധീന കശ്മീരിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം പാക് അധീന കശ്മീരിൽ അവിടെ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് നടക്കുന്നത് ആർക്കറിയാം, എങ്ങനെയോ നടക്കുന്നു. അങ്ങനെ പാക് അധീന കശ്മീരിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും നടക്കുന്നു. അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാനിലെ ഗവൺമെന്റുമായിട്ട് വലിയ രീതിയിൽ ചകടയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പാക് അധീന കശ്മീരിൽ വേറൊരു ഭരണകൂടമാണുള്ളത്, അതും നമുക്കറിയാം. പോരാത്തതിന് ഈ പാകിസ്ഥാന്റെ അപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാന്റെ തന്നെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ട്. ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ എപ്പോഴെങ്കിലും കശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ പറഞ്ഞു വിടുമ്പോഴോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ എപ്പോഴെങ്കിലും കശ്മീർ ഇന്ത്യയുടേതല്ല എന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ പറയുമ്പോഴോ, അല്ലെങ്കിൽ കശ്മീർ ഇന്ത്യയുടേതല്ല എന്ന് പറയുമ്പോഴോ എന്താണെന്നറിയില്ല, ബലൂചിസ്ഥാനിൽ ഉടനെ പ്രതിഷേധം അങ്ങ് തുടങ്ങുകയാണ്. ജനങ്ങൾ അവിടെ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള ജനങ്ങൾ പറയാണ് ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വിമോചനം വേണമെന്ന് പറയുകയാണ്. അങ്ങനത്തെ സെറ്റപ്പാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ പാക് അധീന കശ്മീർ ഇന്ത്യക്ക് വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യ പാക് അധീന കശ്മീരിന്റെ കാര്യം UN-ൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അതിനുള്ള ധൈര്യം പണ്ട് മുതലേ ഇന്ത്യ കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോ ഇന്ത്യ പാക് അധീന കശ്മീർ ഇന്ത്യക്ക് വേണമെന്ന് പറയുന്നു. ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ നെഞ്ചിടിക്കുന്നത് ചൈനയ്ക്കാണ്. കാരണം ചൈനയുടെ സുപ്രധാനമായിട്ടുള്ള സിപാക് എന്ന് പറയുന്ന ഒരു പാത അതുവഴി കടന്നു പോകുന്നുണ്ട്. ചൈനയുടെ ഒരു ഇടനാഴി അതുവഴി കടന്നു പോകുന്നുണ്ട്. ചൈനയ്ക്ക് പാകിസ്ഥാന്റെ ഗോദ്വാർ തുറമുഖത്തിലേക്ക് എത്തണമെങ്കിൽ ആ ഇടനാഴി വഴിയേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. ആ ഇടനാഴി അടഞ്ഞു പോയി കഴിഞ്ഞാൽ ചൈനയുടെ ആപ്പീസ് ഏറെക്കുറെ ഈ ഭാഗത്തുള്ളത് പൂട്ടിപ്പോകും എന്നുള്ളതാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചൈനയുടെ സ്വപ്ന പദ്ധതിയാണ് അത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ രണ്ടുണ്ട് കാര്യങ്ങൾ. ഇനി പാക് അധീന കശ്മീർ ഇന്ത്യ പിടിച്ചു കഴിഞ്ഞാൽ ഈ പാക് അധീന കശ്മീരിലാണ് അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ കിടക്കുന്നത്. ആ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ അതുവഴി നമുക്കൊരു വഖാൻ ഇടനാഴി തുറക്കാനായിട്ട് പറ്റും. അങ്ങനെ വഖാൻ ഇടനാഴി അതുവഴി നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നത് ഇങ്ങനെ ചുറ്റിപ്പിടിക്കേണ്ട, മറിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നാൽ മനസ്സിലായോ? നമുക്ക് AR/VR ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് റഷ്യ ഇവിടെ കിടക്കുന്നു. ഈ റഷ്യയിൽ നിന്ന് ഇങ്ങനെ 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 കടൽ മാർഗം വന്ന് ഇങ്ങനെ ഇന്ത്യയുടെ തുമ്പത്ത് കയറുന്നതിന് പകരം ഇവിടെ ഇങ്ങനെ വന്നാൽ മതി. മനസ്സിലായില്ലേ? ആ പാക് അധീന കശ്മീർ വഖാൻ ഇടനാഴി, അവിടെ നിന്ന് നേരെ അസർബൈജാൻ, അത് കഴിഞ്ഞ് തജിക്കിസ്ഥാൻ, അവിടെ നിന്ന് റഷ്യ, മോസ്കോ, അവിടെ നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ മൂന്നുണ്ട് കാര്യങ്ങൾ ഇതിനകത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാക് അധീന കശ്മീർ നേരത്തെ ആണെങ്കിൽ പാക് അധീന കശ്മീർ യഥാർത്ഥത്തിൽ ഇന്ത്യ പിടിക്കണമെങ്കിൽ ഇന്ത്യക്ക് വലിയ സൈനിക സന്നാഹം വേണമായിരുന്നു, അവിടെ സൈന്യത്തെ ഇറക്കണമായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല കാര്യങ്ങൾ. പാക് അധീന കശ്മീർ തനിയേ നമ്മുടെ അടുത്ത് വന്ന് ചേർന്നുകൊള്ളും എന്നാണ് പറയുന്നത്. പോരാത്തതിന് ഈ ചൈനയുടെ പല നിലപാടുകളും നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ചൈന ഇന്ത്യ ആയിട്ടുള്ള ചകലകൾ മുഴുവൻ പറഞ്ഞു തീർത്തു. ചൈന ലഡാക്കിൽ നിന്നൊക്കെ പിന്മാറി. ചൈന പല സ്ഥലങ്ങളിൽ, അതായത് നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ചൈന പിന്മാറി കഴിഞ്ഞു. ഞങ്ങൾ തന്നെ പിന്മാറിക്കൊള്ളാന്ന് പറഞ്ഞ് ചൈന ഇറങ്ങിപ്പോയതാണ്. നരേന്ദ്രമോദി റഷ്യയിലോട്ട് പോയുള്ള ഗുണം. റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ചങ്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റഷ്യയെ പേടിക്കുന്ന പല രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. റഷ്യയുടെ അതിർത്തി വലിയ രീതിയിൽ ചൈന മാന്താനൊന്നും പോകാറില്ല. മാന്താൻ പോയി കഴിഞ്ഞാൽ അടി എന്ന് പറയുന്നത് 20 അടിയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റഷ്യയിലേക്ക് നരേന്ദ്രമോദി പോയി. റഷ്യ, ചൈന, ഇന്ത്യ ഒരു വലിയൊരു ത്രയം രൂപീകരിക്കാനുള്ള ഒരു ശ്രമം ഇപ്പൊ നടക്കുന്നുണ്ട്. ചൈനയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഗ്ലോബൽ മാർക്കറ്റിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് ചൈനയ്ക്ക് നന്നായി അറിയാനുള്ള ഒരു കാര്യമാണ്. ചൈനയെ നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ രീതിയിലുള്ള ഉത്പാദകരാണ്. മൊട്ടുസൂചി വരെ അവന്മാർ അതിനകത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്. എന്തിനു പറയുന്നു? സൂര്യൻ വരെ ചൈന ഉത്പാദിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് വിൽക്കാനായിട്ടോ അല്ലെ ഇതെല്ലാം ഇറക്കുമതി ചെയ്യാനായിട്ടോ ഒരു സ്ഥലം വേണ്ടേ? ലോക രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ചൈനയെ പേടിച്ച് ചൈന അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. കാരണം കോവിഡ് അവിടെ വന്നതിന് ശേഷം ചൈന എന്ന് പറയുന്ന രാജ്യം ചതിയനാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ വേറൊരു കാര്യം, പർച്ചേസിംഗ് പവർ കൂടെ വേണം. ചൈന എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം പർച്ചേസ് ചെയ്യാൻ കഴിവുള്ള ജനങ്ങൾ കൂടെയുള്ള രാജ്യത്തല്ലേ ഇത് കൊണ്ടിറക്കാൻ പറ്റൂ. ഇപ്പൊ ബംഗ്ലാദേശില് എക്കും പൊക്കും ഇല്ലാത്ത ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ തുണിയും മണിയും ഇല്ലാത്ത ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന അവന്മാരുടെ ഇടയിൽ ചൈന ഉണ്ടാക്കി ഐഫോൺ കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അവന്മാർക്ക് അത് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള മാർക്കറ്റ് വേണം. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പിച്ചക്കാരന്റെ കയ്യിൽ വരെ ഇപ്പൊ ഐഫോൺ ഉണ്ട്.
അവൻ വരെ EMI ഇട്ട് ഐഫോൺ എടുക്കുന്നുണ്ട്. അവൻ വരെ ഒരു ദിവസം 2000 രൂപ ഉണ്ടാക്കുന്നുണ്ട്, ഒരു പിച്ചക്കാരൻ വരെ. അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. അപ്പൊ നമുക്ക് പർച്ചേസിംഗ് പവർ ഉണ്ട്. ആ പർച്ചേസിംഗ് പവർ ഉള്ള നമ്മുടെ രാജ്യമായിട്ടാണ് ചൈന ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത്. നമുക്കും അതുപോലെ തന്നെയാണ്, ചൈനയുമായിട്ടാണ് നമുക്ക് നല്ല ബന്ധമുള്ളത്. അപ്പോൾ ഈ ട്രേഡിങ്ങിന്റെ കാര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചൈനയാണ് പാക് അധീന കശ്മീർ ഇന്ത്യ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന രാജ്യം എന്ന് പറയുന്നത്. ആ ചൈനയെ അടിച്ചൊതുക്കി ചാക്കി കെട്ടി റഷ്യയുടെ കൂടെ നിന്ന് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തരില്ല എന്ന് പറഞ്ഞ് ചൈനയെ നമ്മുടെ അതിർത്തിയിൽ നിന്നും പുറത്താക്കി. ഈ അതിർത്തിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ ചിലർക്കൂടി ഡൗട്ട് വരും, എങ്കിലും ഇപ്പോഴും അതിർത്തിയിൽ ചൈന നിപ്പുണ്ട്. പക്ഷേ ആ അതിർത്തികൾ ഒന്നും തന്നെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തി എന്ന് പറയുന്നത് അളർന്ന് തിട്ടപ്പെടുത്തിയ അതിർത്തികളുണ്ട്. അതായത് ഇതാണ് നമ്മുടെ ബോർഡർ എന്ന് പറഞ്ഞ് വ്യക്തമായി അളർന്ന് തിട്ടപ്പെടുത്തിയ അതിർത്തി. ആ അതിർത്തിയിൽ നിന്നെല്ലാം ചൈന പുറത്തു പോയിട്ടുണ്ട്. ഇനി അളന്ന് തിട്ടപ്പെടുത്താത്ത പ്രദേശങ്ങളുണ്ട്. ഇന്ത്യക്കും ബോധ്യമില്ല, ചൈനയ്ക്കും ബോധ്യമില്ല ഇത് ഏതാണ് ഇതിന്റെ അതിർത്തി എന്നുള്ളത്. അങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ നമ്മളൊരു പരസ്പര അടിസ്ഥാനത്തിൽ അല്ല ഒരു പരസ്പര ബഹുമാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ പാക് അധീന കശ്മീർ ഇന്ത്യക്ക് വേണം എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പാക് അധീന കശ്മീർ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാക് അധീന കശ്മീർ കൊണ്ട് ഇന്ത്യക്ക് പല ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. നമുക്ക് വഖാൻ ഇടനാഴി തുറന്നു കിട്ടും, നമുക്ക് പാകിസ്ഥാനെ ഡീല് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. എന്തിനു പറയുന്നു, നമുക്ക് വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ലോക രാജ്യങ്ങൾക്കിടയിൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴുണ്ട്. ഇനി അത് ഒരുപടി കൂടെ ഉയരുമെന്നുള്ളതാണ്. അതിന്റെ ആദ്യത്തെ നീക്കമാണ് ജയശങ്കർ നടത്തിയിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ പാക് അധീന കശ്മീർ എന്ന് പറയുന്ന ആ സംഭവം, ആ നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ചുമ്മാ കൊണ്ട് പാകിസ്ഥാന്റെ വായിലിട്ട് കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നെഹ്റുവിന് അങ്ങോട്ട് പോയി ചെന്നിട്ട് ഒരു മുള്ളുവേലി വലിച്ചു കെട്ടിയാൽ മതിയായിരുന്നു. ഒരു അതിർത്തി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവന്മാർ ഇങ്ങോട്ട് തന്നേനെ. പക്ഷെ നെഹ്റു ഇത് നേരെ കൊണ്ട് UN കൊണ്ടുവച്ചു. ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി അവിടെ കൊണ്ട് നിർത്തി. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനും തമ്മിൽ ഒരു അതിർത്തി തർക്കമുണ്ട്. ആ അതിർത്തി തർക്കം നിങ്ങൾ പോയി അയൽക്കാരനോട് സംസാരിച്ചാൽ മതി, ഇതെന്റെ സ്ഥലമാണ്, ഞാൻ ഇവിടെ മതിൽ കെട്ടാൻ പോവുകയാണ്, നീ അത് മാറി കെട്ടിക്കോ എന്ന് പറയുമ്പോൾ അവൻ അങ്ങ് പൊക്കോളും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അവന്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ കേസ് കൊടുത്ത് കോടതിയിൽ പോയി 10ആയി 20ആയി 30ആയി 40ആയി മൂക്കി പല്ലി വന്നാലും ആ കേസ് അവിടെ തന്നെ കിടക്കും. അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് പാക് അധീന കശ്മീരൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും വിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നിട്ട് നെഹ്റു എന്ത് ചെയ്തു, പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു അന്ന് ഗോവ. പോർച്ചുഗീസുകാരുടെ കയ്യിലാണ് അന്ന് ഗോവയെങ്കിലും അവന്മാരോടെ ഇങ്ങ് താടെ എന്ന് ചോദിച്ചാൽ അവന്മാർ അത് തിരിച്ചു തരും. പക്ഷെ നെഹ്റുവിന്റെ ഇമേജ് ഒന്ന് ഡാമേജ് ആയപ്പോൾ നെഹ്റു എന്ത് ചെയ്തു, ആ ഇമേജ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ ഗോവ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സൈന്യത്തിന് ഇറക്കി വലിയൊരു ഷോ ഒക്കെ കാണിച്ച് ഗോവ എങ്ങ് പിടിച്ചെടുത്തു. അതുകൂടെ നെഹ്റുവിന്റെ ഇമേജ് വീണ്ടും അപ്ലിഫ്റ്റ് ആയി. പക്ഷെ പാക് അധീന കശ്മീർ അപ്പോഴും അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ നെഹ്റു ചൈനയ്ക്ക് കൊടുത്തൊരു സംഭവമാണ് അക്സായ് ചിൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ മറ്റൊരു, അതായത് കാശ്മീരിന്റെ തന്നെ വേറൊരു ഭാഗം എന്ന് പറയുന്നത്. അക്സായ് ചിൻ ചൈനയ്ക്ക് കൊടുത്തിട്ട് നെഹ്റു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തരിശ് ഭൂമി, അവിടെ ഒന്നും വളരൂല എന്നാണ് നെഹ്റു ആ സമയത്ത് പറഞ്ഞത്. അവിടെയാണ് ഇപ്പൊ ചൈന കൊണ്ട് പട്ടാളക്കാരെയൊക്കെ ഇറക്കി ഇന്ത്യയെ ആക്രമിക്കാനായിട്ടുള്ള സുപ്രധാന സ്ഥലമായിട്ട് വികസിപ്പിച്ച് വച്ചിരിക്കുന്നത്. ഇനി അതും കൂടെ നമുക്ക് തിരിച്ചു പിടിക്കണം. ആദ്യം പാക് അധീന കശ്മീർ പിടിച്ചിട്ട് അത് നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ള നിലപാടിലാണ് ഇന്ത്യൻ സർക്കാർ ഇരിക്കുന്നത്. അത് ചൈനയുടെ കയ്യിലായതുകൊണ്ട് ചൈനയ്ക്കൊപ്പമോ ചൈനയെക്കാട്ടിലും നമുക്ക് വളർന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പിടിച്ചെടുക്കുന്ന കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റൂ. അതിന് കുറച്ച് സമയം എന്തായാലും എടുക്കും. അല്ലാതെ നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ജി ബൂംബ എന്ന് പറയുമ്പോഴോ ഒരു പാട്ട് കഴിയുമ്പോൾ നായകൻ വളർന്നങ്ങ് അംബാനിയാവുന്ന പോലെ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പാകിസ്ഥാന്റെ ശവസംസ്കാരം.